ഹായ്. ഇനി നമുക്ക് ഇന്ന് ഹോട്ട് ടോപ്പിക്സിൽ പഠിക്കാനുള്ളത് ശിലകളാണ്. ശിലകൾ എന്ന് പറയുമ്പോൾ ഭൂവൽക്കത്തിൽ ഖരാവസ്ഥയിലുള്ള ഭൂരൂപങ്ങളാണ്. എങ്ങനെയാ കാണപ്പെടുന്നത്? ഖരാവസ്ഥയിൽ. അതിന് നിയതമായ രാസഘടന ഇല്ല. എന്നാൽ സാധാരണയായിട്ട് രണ്ടോ അതിലധികമോ ധാതുക്കളുടെ ഒരു മിശ്രിതമാണ് ശിലകൾ. രണ്ടോ അതിലധികമോ ധാതുക്കളുടെ മിശ്രിതമാണ് ശിലകൾ. പെട്രോളജി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പെട്രോളജി നമുക്കറിയാം ശിലകളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ്. എന്നാൽ ശിലകളുടെ സ്വഭാവത്തെ കുറിച്ചുള്ള പഠനം അതാണ് ലിത്തോളജി. അപ്പൊ എന്താ ശാസ്ത്രീയ പഠനം എന്ന് പറയുമ്പോൾ അതായത് ശിലകളുടെ ഉത്ഭവം, ശിലകളുടെ ഘടന, ശിലകളുടെ വിതരണം, അതെങ്ങനെയൊക്കെയാണ് അതിന്റെ അതുപോലെ അവിടുത്തെ പ്രവർത്തനം, കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇതെന്നുള്ളതൊക്കെ പറയുന്നതാണ് പെട്രോളജി. ഇനി ശിലകളുടെ സ്വഭാവം എന്ന് പറയുമ്പോൾ അതിന്റെ ഭൗതികം, രാസപരവുമായിട്ടുള്ള പ്രത്യേകതകളൊക്കെ കുറിച്ച് പറയുന്നതാണ് സ്വഭാവം. ഓക്കെ, അപ്പൊ സ്വഭാവത്തെ കുറിച്ചുള്ള പഠനത്തെ ലിത്തോളജി എന്നും ശാസ്ത്രീയ പഠനത്തെ പെട്രോളജി എന്നും പറയുന്നു. പൊതുവെ കാണപ്പെടുന്ന ധാതുക്കളാണ് ഫെൽസ്പാർ, കോഡ്സ് തുടങ്ങിയവ. ഏതൊക്കെയാണ്? ഫെൽസ്പാർ, കോഡ്സ് എന്നിവയാണ് പൊതുവെ കാണപ്പെടുന്ന ധാതുക്കൾ. ഇനി ഈ ശിലകളെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. എന്തിനനുസരിച്ചിട്ട്? രൂപം കൊള്ളുന്ന പ്രക്രിയകൾക്കനുസരിച്ചിട്ട് നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഒന്ന് ആഗ്നേയശില, രണ്ട് അവസാദശില, മൂന്ന് കായാന്തരിത ശില. ഇഗ്നിയസ് റോക്സ്, സെഡമെന്ററി റോക്സ്, മെറ്റമോർഫിക് റോക്സ്. ഇഗ്നിയസ് റോക്സ് എന്ന് പറയുന്നത് ആഗ്നേയശില, സെഡമെന്ററി റോക്സ് സെഡമെന്ററി അവസാദശില, മെറ്റമോർഫിക് റോക്സ് കായാന്തരിത ശില. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. അതുകൊണ്ടാണ് ഹോട്ട് ടോപ്പിക്സ് എന്നുള്ള ആ ഒരു ഇതിൽ ഇത് വന്നിട്ടുള്ളത്. അപ്പം സ്ഥിരമായിട്ട് PSCക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് മേഖലകളാണല്ലോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക. അറിയാത്തത് എന്ത് ചെയ്യുക? നോട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, നോക്കാം നമുക്ക്. ആഗ്നേയശില എന്ന് പറയുമ്പോൾ ലാറ്റിൻ ഭാഷയിൽ ഇഗ്നീസ് എന്നാൽ അഗ്നി എന്നാണ് അർത്ഥം. ലാറ്റിൻ ഭാഷയിൽ ഇഗ്നീസ് എന്നാൽ എന്താ അർത്ഥം? അഗ്നി എന്നാണ് അർത്ഥം. ശിലാദ്രവം തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്ന ശിലകളാണ് ആഗ്നേയശിലകൾ. ശിലാദ്രവം തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്ന ശിലകളാണ് ആഗ്നേയശിലകൾ. ലാറ്റിൻ ഭാഷയിൽ ഇഗ്നീസ് എന്നാൽ അഗ്നി എന്നാണ് അർത്ഥം. ലാറ്റിൻ ഭാഷയിൽ ഇഗ്നീസ് എന്നാൽ എന്താ അർത്ഥം? അഗ്നി എന്നാണ് അർത്ഥം. മാതൃശില, പ്രാഥമിക ശില എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് അപ്പൊ ഏതാ? മാതൃശില, പ്രാഥമിക ശില എന്നൊക്കെ അറിയപ്പെടുന്നത് ആഗ്നേയശിലയാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ശിലകൾ കൂടിയാണ് ആഗ്നേയശിലകൾ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില അപ്പൊ ഏതാണ്? ആഗ്നേയശില. ഇപ്പൊ തന്നെ പഠിച്ചു പോവുക. അപ്പോ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. PYQ ആണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ശില ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ആഗ്നേയശിലയാണ്. അതുപോലെ മാതൃശില എന്നറിയപ്പെടുന്നത് ഏതാണ്? പ്രാഥമിക ശില ഏതാ എന്നറിയപ്പെടുന്നത് ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ കടുപ്പമുള്ളതും ഉറപ്പുള്ളതും ഫോസിലുകൾ ഇല്ലാത്തതുമായ ശിലകളാണ്. കടുപ്പുണ്ട്, ഉറപ്പുള്ളതാണ്, ഫോസിലുകൾ ഇല്ലാത്തതുമായ ശിലകളാണ് ആഗ്നേയശിലകൾ. മാന്റിലിലെ അസ്തനോസ്ഫിയർ ആണ് ശിലാദ്രവത്തിന്റെ കലവറ. മാന്റിലിലെ അസ്തനോസ്ഫിയർ നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. ഈ മാന്റിലിലെ അസ്തനോസ്ഫിയർ ആണ് ശിലാദ്രവത്തിന്റെ കലവറ എന്ന് പറയുന്നത്. മാന്റിലിലെ അസ്തനോസ്ഫിയർ ആണ് ശിലാദ്രവത്തിന്റെ കലവറ എന്ന് പറയുന്നത്. അസ്തനോസ്ഫിയറിൽ നിന്ന് ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ശിലാദ്രവം ഉപരിതലത്തിലേക്ക് എത്തുന്നതിനിടയിൽ ഭൂമിക്കുള്ളിൽ വെച്ചും ശിലാദ്രവം തണുത്തുറഞ്ഞ് ശിലയായിട്ട് മാറാം. അതുപോലെ തന്നെ ഭൗമോപരിതലത്തിൽ എത്തിച്ചേരുന്ന ശിലാദ്രവവും തണുത്തുറഞ്ഞ് ശിലയായിട്ട് മാറാം. അതുപോലെ തന്നെ ഭൗമോപരിതലത്തിൽ എത്തിച്ചേരുന്ന ശിലാദ്രവവും എന്തായിട്ട് മാറാം? തണുത്തുറഞ്ഞിട്ട് ശിലയായിട്ട് മാറാം. അപ്പൊ രൂപം കൊള്ളുന്ന പ്രദേശം അനുസരിച്ച് ആഗ്നേയശിലകൾ രണ്ട് വിധമുണ്ട്. ബാഹ്യജാത ആഗ്നേയശിലകൾ, അന്തർജാത ആഗ്നേയ ശിലകൾ. നോക്കാം നമുക്ക്. അപ്പോ രൂപം കൊള്ളുന്ന പ്രദേശം അനുസരിച്ച് നമുക്ക് ആഗ്നേയശിലകളെ രണ്ട് വിധം ആയിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാ പറഞ്ഞേ? ബാഹ്യജാത ആഗ്നേയശിലകൾ, അതുപോലെ അന്തർജാത ആഗ്നേയ ശിലകൾ. എക്സ്ട്രൂസീവ് ആൻഡ് ഇൻട്രൂസീവ് റോക്സ് എന്ന് പറയും. ഓക്കെ, അപ്പോ അത് എന്തിനനുസരിച്ചാന്നുള്ള ഒന്നുകൂടെ ആലോചിച്ച് നോക്കുക. രൂപം കൊള്ളുന്ന പ്രദേശം അനുസരിച്ചിട്ട്. ഓക്കെ, ഇനി ഭൂവൽക്കത്തിൽ ശിലാദ്രവം വളരെ ആഴത്തിൽ സാവധാനം തണുത്തുറഞ്ഞാൽ ഉണ്ടാകുന്ന ശിലകളുടെ തരികൾ വലുതായിരിക്കും. ഭൂവൽക്കത്തിൽ ശിലാദ്രവം വളരെ ആഴത്തിൽ സാവധാനം തണുത്തുറഞ്ഞാൽ ഉണ്ടാകുന്ന ശിലകളുടെ തരികൾ എന്തായിരിക്കും? വലുതായിരിക്കും. ഉപരിതലത്തിൽ വെച്ച് അതിവേഗം തണുത്തുറഞ്ഞാൽ ഉണ്ടാകുന്ന ശിലകളുടെ തരികൾ നേർത്തതും മൃദുവുമായിരിക്കും. അപ്പൊ എങ്ങനെയാണ്? ഭൂവൽക്കത്തിൽ ശിലാദ്രവം വളരെ ആഴത്തിൽ സാവധാനം
തണുത്തുറഞ്ഞാൽ ഉണ്ടാകുന്ന ശിലകളുടെ തരികൾ വലുതായിരിക്കും. ഉപരിതലത്തിൽ വെച്ച് അതിവേഗം തണുത്തുറഞ്ഞാൽ ഉണ്ടാകുന്ന ശിലകളുടെ തരികൾ എന്തായിരിക്കും? മൃദുവും നേർത്തതും ആയിരിക്കും. ഇനി എന്താണ് ബാഹ്യ ആഗ്നേയ ശില എന്ന് വെച്ചാല് ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്നതാണ് ബാഹ്യ ആഗ്നേയശില. എന്നാൽ മാഗ്മ തണുത്തുറഞ്ഞുണ്ടാകുന്നതാണ് അന്തർ ആഗ്നേയശില. അന്തർ ആഗ്നേയശിലകൾ പ്ലൂട്ടോണുകൾ എന്നും അറിയപ്പെടുന്നു. അന്തർ ആഗ്നേയശിലകളെ നമുക്ക് എന്തുകൂടെ പറയാം? പ്ലൂട്ടോണുകൾ എന്നും അറിയപ്പെടുന്നു. ഓക്കെ, ഇതൊരൊറ്റ തവണ വായിച്ചാൽ കിട്ടണമെന്നില്ല, കിട്ടണമെന്നില്ല. നിങ്ങൾ വീണ്ടും വീണ്ടും അതായത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം. ഇനി നാളെ നമുക്ക് എന്തായിരിക്കും? റിവിഷൻ ഡേ ആയിരിക്കും. അപ്പൊ ഈ ഒരു വീക്കിൽ പഠിച്ചത് മുഴുവനും ഒന്നും കൂടെ ഈ ക്ലാസ് കേട്ടിട്ട് വേണം റിവിഷൻ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്നത് ബാഹ്യ ആഗ്നേയശിലയും മാഗ്മ തണുത്തുറഞ്ഞുണ്ടാകുന്നത് അന്തർ ആഗ്നേയശിലയും. പാതാളശില എന്നറിയപ്പെടുന്നത് പ്ലൂട്ടോണുകളാണ്. പ്ലൂട്ടോണുകൾ എന്ന് പറയുമ്പോൾ എന്താണ്? പാതാള ശിലകൾ എന്നറിയപ്പെടുന്നത് പ്ലൂട്ടോണുകളാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? ഓക്കെ, അന്തരാഗ്നേയശിലകൾ എന്ത് പറയുന്നു എന്ന് പറഞ്ഞു? പ്ലൂട്ടോണുകൾ എന്ന് പറയുന്നു. പാതാളശില, അന്തരാഗ്നേയശില, പ്ലൂട്ടോണുകൾ എന്നൊക്കെ പറഞ്ഞപ്പോ എന്താണ്? സെയിം ഒന്ന് തന്നെയാണ് അല്ലെ? അപ്പൊ ഇനി ആഗ്നേയശിലകൾക്ക് ഉദാഹരണം ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ആഗ്നേയശിലകൾക്ക് ഉദാഹരണം ബസാൾട്ട്, ഗ്രാനൈറ്റ്, ഗാബ്രോ. ഏതൊക്കെ? ബസാൾട്ട്, ഗ്രാനൈറ്റ്, ഗാബ്രോ. ബസാൾട്ട്, ഗ്രാനൈറ്റ്, ഗാബ്രോ തുടങ്ങിയവ ആഗ്നേയശിലകൾക്ക് ഉദാഹരണമാണ്. പരൽ രൂപം ഇല്ലാത്ത ശിലയാണ് ബസാൾട്ട്. അതിനെന്തില്ല? പരൽ രൂപം ഇല്ലാത്ത ശിലയാണ് ബസാൾട്ട് എന്ന് പറയുന്നത്. ചെറുതരികളാൽ നിർമ്മിതമായ കറുത്ത ശിലയാണ് ബസാൾട്ട്. ചെറുതരികളാൽ ഒന്ന് മനസ്സ് കാണത് കേട്ടോ, അപ്പൊ നമുക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടും. ചെറുതരികളാൽ നിർമ്മിതമായ കറുത്ത ശിലയാണ് ബസാൾട്ട് എന്ന് പറയുന്നത്. പരൽ രൂപം ഇല്ലാത്ത ശിലയാണ് ബസാൾട്ട്. ശില പൊടിഞ്ഞ് അപ്പൊ എന്തായിരിക്കും രൂപം കൊള്ളുന്ന മണ്ണ്? എന്തായിരിക്കും? കറുത്തതായിരിക്കും. അതാണ് കറുത്ത മണ്ണെന്ന് പറയുന്നത്. കറുത്ത മണ്ണ് എന്ന് പറയുന്നത് റിഗർ മണ്ണ് എന്നറിയപ്പെടുന്നുണ്ട്. ചെർണോസം എന്നൊക്കെ അറിയപ്പെടുന്നത് കറുത്ത മണ്ണാണ്. ഇത് ഏത് കൃഷിക്കാണ് ഏറ്റവും അനുയോജ്യമായത്? PYQ ആണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ് അല്ലെങ്കിൽ റിഗർ മണ്ണ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇത് ഏതിൽ നിന്നുണ്ടാവുന്ന, ഏത് ശിലയിൽ നിന്നാണ് ഉണ്ടാവുന്നത് ചോദിച്ചാല് ബസാൾട്ട് ശിലയിൽ നിന്നാണ്. ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മേഖല ഡെക്കാൻ ട്രാപ്പ് മേഖലയാണ്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മേഖല എന്ന് പറയുന്നത് ഡെക്കാൻ ട്രാപ്പ് മേഖലയാണ്. അതും കൂടെ ഒന്ന് ആലോചിച്ച് വെച്ചേക്കുക. അപ്പോൾ ഡെക്കാൻ ട്രാപ്പ് മേഖല എന്താന്ന് നോക്കണ്ടേ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബസാൾട്ട് നിക്ഷേപം കണ്ടുവരുന്ന മേഖലയാണ് അല്ലെ? സ്വാഭാവികം. ഇനി ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗം, ഡെക്കാൻ ട്രാപ്പ് മേഖല എന്ന് പറയുന്നത് ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗം, അതായത് ഗുജറാത്തിന്റെ തെക്ക്, എങ്ങനെ? ഗുജറാത്തിന്റെ തെക്ക് മഹാരാഷ്ട്ര മേഖലകൾ ഉൾപ്പെടുന്ന പ്രദേശം. എങ്ങനെയാണ്? ഗുജറാത്തിന്റെ തെക്ക് മഹാരാഷ്ട്ര മേഖലകൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് ഡെക്കാൻ ട്രാപ്പ് മേഖല. അതായത് ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബസാൾട്ട് നിക്ഷേപം കണ്ടുവരുന്ന മേഖലയാണ്. പിന്നെ അതിന്റെ പ്രത്യേകത നമ്മൾ നേരത്തെ എന്താ പറഞ്ഞേ? നമ്മൾ പറഞ്ഞു കറുത്ത മണ്ണ്, റിഗർ മണ്ണ്, ചെർണോസം എന്നൊക്കെ അറിയപ്പെടുന്ന പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണായിട്ടുള്ള ഇത് കൂടുതൽ കാണപ്പെടുന്ന മേഖലയാണ് ഡെക്കാൻ ട്രാപ്പ് മേഖല എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഡെക്കാൻ പീഠഭൂമി പറഞ്ഞല്ലോ. അപ്പൊ എന്താ ഈ ഡെക്കാൻ പീഠഭൂമി? ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമി കൂടിയാണ് ഡെക്കാൻ പീഠഭൂമി. എന്തൊക്കെയാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി, അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമി എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാ? ഡെക്കാൻ പീഠഭൂമിയാണ്. അവിടുത്തെ പ്രധാന മണ്ണിനം എന്ന് പറയുന്നത് കറുത്ത മണ്ണാണ്. ഡെക്കാൻ പീഠഭൂമിയിലെ പ്രധാന മണ്ണിനം എന്തായിരിക്കും? അപ്പോൾ കറുത്ത മണ്ണായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഏത് പഠിച്ചു? ആഗ്നേയശില പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഏതായിരുന്നു? അവസാദശില അല്ലെ? നോക്കാം നമുക്ക്. അവസാദശില എന്ന് പറയുമ്പോൾ ലാറ്റിൻ പദമായ സെഡിമെന്റം എന്ന വാക്കിനർത്ഥം അടിഞ്ഞുകൂടുന്നത്. ലാറ്റിൻ പദമായ സെഡിമെന്റം എന്ന വാക്കിനർത്ഥം എന്താണ്? അടിഞ്ഞു കൂടുന്നത്. നമ്മൾ ആഗ്നേയശില പറഞ്ഞപ്പോൾ ലാറ്റിൻ ഭാഷയിൽ ഇഗ്നിസ് എന്നാൽ എന്തായിരുന്നു? അഗ്നി എന്നാണ് അർത്ഥം. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ലാറ്റിൻ പദമായ സെഡിമെന്റം എന്ന വാക്കിന്റെ അർത്ഥം അടിഞ്ഞുകൂടുന്നത്. ആഗ്നേയശിലകളുടെയും കായാന്തരിത ശിലകളുടെയും മറ്റ് അവസാദ ശിലകളുടെയും അവസാദങ്ങൾ അടിഞ്ഞുകൂടി രൂപം കൊള്ളുന്നതാണ് അവസാദശില. എങ്ങനെ? ആഗ്നേയശിലകളുടെയും കായാന്തരിത ശിലകളുടെയും അതുപോലെ മറ്റ് അവസാദ ശിലകളുടെയും അവസാദങ്ങൾ അടിഞ്ഞുകൂടി രൂപം കൊള്ളുന്നതാണ് അവസാദശിലകൾ.
സമുദ്രങ്ങൾ, ഹിമാനികൾ, നദികൾ, തടാകങ്ങൾ. എന്തൊക്കെയാണ്? സമുദ്രം, ഹിമാനി, നദികൾ, തടാകങ്ങൾ എന്നിവയിൽ അവസാദങ്ങൾ അടിഞ്ഞുകൂടി രൂപം കൊള്ളുന്ന ശിലകളാണ് ഈ അവസാദ ശില. എവിടേക്ക്? സമുദ്രങ്ങൾ, ഹിമാനികൾ, നദികൾ, തടാകങ്ങൾ ഇവയിൽ അവസാദങ്ങൾ അടിഞ്ഞുകൂടി രൂപം കൊള്ളുന്ന ശിലകളാണ്. വിഘടിതമായ ശിലാംശങ്ങളാണ് അവസാദങ്ങൾ. എങ്ങനെ? വിഘടിതമായ ശിലാംശങ്ങളാണ് അവസാദങ്ങൾ. തരിത ശിലകൾ, ജലകൃത ശിലകൾ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആലോചിച്ചേക്ക. വിഘടിതമായ ശിലാംശങ്ങളാണ് അവസാദങ്ങൾ. സ്തരിതശിലകൾ, ജലകൃതശിലകൾ എന്നറിയപ്പെടുന്നു. സ്തരിതശില എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ലേഡ് റോക്സ് എന്ന് അറിയാലോ. ലേഡ് റോക്സ്, സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്നൊക്കെ പറയുന്നതാണ് സ്തരിത ശിലകൾ. അതുപോലെ ജലകൃത ശിലകൾ, അക്വസ് റോക്സ് എന്നൊക്കെ അറിയപ്പെടുന്നതാണ് അവസാദങ്ങൾ എന്ന് പറയുന്നത്. വിഘടിതമായ ശിലാംശങ്ങളാണ്. ഇനി ശിലാദൃഢീകരണം, ലിത്തിഫിക്കേഷൻ എന്ന്. ശിലാദൃഢീകരണം എന്ന് പറഞ്ഞാല് മുകളിൽ രൂപം കൊള്ളുന്ന പാളികളുടെ സമ്മർദ്ദം മൂലം. എങ്ങനെ? മുകളിൽ രൂപം കൊള്ളുന്ന പാളികളുടെ സമ്മർദ്ദം മൂലം ഏറ്റവും അടിയിലുള്ള പാളിയിലെ ജലാംശം നഷ്ടപ്പെട്ട് അത് ദൃഢീകരിച്ച് ശിലയായിട്ട് മാറുക. ആ ഒരു പ്രക്രിയയാണ് ശിലാദൃഢീകരണം അഥവാ ലിത്തിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്താ ശിലാദൃഢീകരണം? ദൃഢമാവുക അല്ലെ. അതായത് മുകളിൽ രൂപം കൊള്ളുന്ന പാളികളുടെ സമ്മർദ്ദം മൂലം ഏറ്റവും താഴെ ഉണ്ടാവുന്ന പാളിയിലെ ജലാംശം ഒക്കെ നഷ്ടപ്പെട്ട് അത് ദൃഢീകരിച്ച് ശിലയായിട്ട് മാറുന്ന പ്രക്രിയ. അതാണ് ശിലാദൃഢീകരണം. അവിടെ എന്തുണ്ടാവും? ഫോസിലുകൾ കാണപ്പെടുന്നു. മനസ്സിലായോ? ഇനി പെട്രോളിയം നിക്ഷേപം പ്രധാനമായും കാണപ്പെടുന്നു. ഇവിടെ എന്തുണ്ട്? പെട്രോളിയം നിക്ഷേപം പ്രധാനമായിട്ടും കാണപ്പെടുന്നു. കറുത്ത സ്വർണം, ഒഴുകുന്ന സ്വർണം, ശിലാതൈലം എന്നൊക്കെ അറിയപ്പെടുന്നതാണ് പെട്രോളിയം. പെട്രോളിയത്തിന്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? കറുത്ത സ്വർണം, ഒഴുകുന്ന സ്വർണം, ശിലാതൈലം. കറുത്ത സ്വർണം, ഒഴുകുന്ന സ്വർണം, അതുപോലെ ശിലാതൈലം എന്നൊക്കെ അറിയപ്പെടുന്നത് പെട്രോളിയമാണ്. ചെറിയ സമുദ്രജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നുമാണ് ഈ പെട്രോളിയം രൂപം കൊള്ളുന്നത്. എവിടെ നിന്നാണ്? ചെറിയ സമുദ്രജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന്. ഓക്കെ ആണല്ലോ. ഇനി രൂപം കൊള്ളുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ അവസാദ ശിലകളെ വീണ്ടും മൂന്നായിട്ട് തിരിക്കാം. ഓക്കെ, ശിലകളെ നമ്മൾ മൂന്നായിട്ട് തരംതിരിച്ചു. ഇനി വീണ്ടും അവസാദ ശിലകളെ മൂന്നായി തിരിക്കാം. യാന്ത്രികമായി രൂപം കൊണ്ടവ അഥവാ മെക്കാനിക്കലി ഫോംഡ്. ഇനി ഓർഗാനിക്കലി ഫോംഡ് എന്ന് പറഞ്ഞാൽ ജൈവികമായി രൂപം കൊണ്ടവ. ഇനി കെമിക്കലി ഫോംഡ്, രാസീയമായി രൂപം കൊണ്ടവ. അപ്പൊ രൂപം കൊള്ളുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ശിലകളെ എത്രയായിട്ട് തിരിക്കാം? മൂന്നായിട്ട് തരംതിരിക്കാം. യാന്ത്രികമായി രൂപം കൊണ്ടവ, ജൈവികമായി രൂപം കൊണ്ടവ, രാസീയമായി രൂപം കൊണ്ടവ. മറ്റ് ശിലകളുടെ അവസാദങ്ങൾ പാളികളായി നിക്ഷേപിക്കപ്പെട്ട് ഉണ്ടാകുന്നവയാണ് യാന്ത്രികമായി രൂപം കൊണ്ടവ. എന്താണ്? മറ്റ് ശിലകളുടെ അവസാദങ്ങൾ പാളികളായി നിക്ഷേപിക്കപ്പെട്ട് ഉണ്ടാകുന്ന ഇതിനെയാണ് യാന്ത്രികമായി രൂപം കൊണ്ടവ അല്ലെങ്കിൽ ക്ലാസ്റ്റിക് റോക്സ്, ശകലീയ അവസാദങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഒന്നുകൂടെ പറയാം. മറ്റ് ശിലകളുടെ അവസാദങ്ങൾ പാളികളായി നിക്ഷേപിക്കപ്പെട്ട് ഉണ്ടാകുന്നവയാണ് യാന്ത്രികമായി രൂപം കൊണ്ടവ. ക്ലാസ്റ്റിക് റോക്സ്, ശകലീയ അവസാദങ്ങൾ എന്നറിയപ്പെടുന്നു. അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ മണൽക്കല്ലും ഷെയിലും കളിമണ്ണും. ഇമ്പോർട്ടന്റ് ആണ്. മണൽക്കല്ല്, ഷെയില്, കളിമണ്ണ് ഇതൊക്കെ എന്തിനാണ്? യാന്ത്രികമായി രൂപം കൊണ്ടവ അഥവാ മെക്കാനിക്കലി ഫോംഡ് ആണ് എന്നുള്ളത് ഓർത്തു വെച്ചേക്കുക. മണൽക്കല്ല്, ഷെയില്, കളിമണ്ണ്. എക്സാമ്പിൾ എന്താണ്? മണൽക്കല്ല്, ഷെയില്, കളിമണ്ണ്. മണൽക്കല്ല്, ഷെയിൽ, കളിമണ്ണ്. ഈ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടി ഉണ്ടാകുന്നവയായിരിക്കും. നമുക്കറിയാം അല്ലെ, ജൈവികമായി രൂപം കൊണ്ടവ അല്ലെങ്കിൽ ഓർഗാനിക്കലി ഫോംഡ് എന്നൊക്കെ പറയുന്നത്. അതിന് എക്സാമ്പിൾ എന്തായിരിക്കും? കൽക്കരി ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. പിന്നെ ചോക്ക്, ചുണ്ണാമ്പ് കല്ല്, ഗീസറൈറ്റ്. കൽക്കരി, ചോക്ക്, ചുണ്ണാമ്പ് കല്ല്, ഗീസറൈറ്റ്. കൽക്കരി, ചോക്ക്, ചുണ്ണാമ്പ് കല്ല്, ഗീസറൈറ്റ്. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. കൽക്കരി, ചോക്ക്, ചുണ്ണാമ്പ് കല്ല്, ഗീസറൈറ്റ്. ഷെയിൽ എന്തിന് എക്സാമ്പിൾ ആയിരുന്നു? യാന്ത്രികമായി രൂപം കൊണ്ടത്. ഗീസറൈറ്റോ? അത് ജൈവികമായിട്ട് രൂപം കൊണ്ടത്. ഇനി രാസപ്രവർത്തനത്തിന്റെ ഫലമായി ജലത്തിലെ ധാതുക്കൾ അടിഞ്ഞുകൂടി ഉണ്ടാകുന്നതാണ് രാസീയമായി രൂപം കൊണ്ടവ. എങ്ങനെ? രാസപ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ജലത്തിൽ ധാതുക്കൾ അടിഞ്ഞുകൂടി ഉണ്ടാകുന്നവ. രാസപ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ജലത്തിലെ ധാതുക്കൾ, ഇങ്ങനെ രാസപ്രവർത്തനത്തിന്റെ ഫലമായി ജലത്തിലെ ധാതുക്കൾ അടിഞ്ഞുകൂടി ഉണ്ടാകുന്നതാണ് രാസീയമായി രൂപം കൊണ്ടവ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് കല്ലുപ്പ്, ജിപ്സം, ചെർട്ട്, ഹാലൈറ്റ്, പൊട്ടാഷ്. അറിയാത്തതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. കല്ലുപ്പ്, ജിപ്സം, ചെർട്ട്, ഹാലൈറ്റ്, പൊട്ടാഷ്. കല്ലുപ്പ്, ജിപ്സം, ചെർട്ട്, ഹാലൈറ്റ്, പൊട്ടാഷ്. കിട്ടിയോ? കല്ലുപ്പ്, ജിപ്സം,
ചെർട്ട്, ഹാലൈറ്റ്, പൊട്ടാഷ് ഇതൊക്കെ എന്താണ് രാശീയമായി രൂപം കൊണ്ടവയാണ്. അങ്ങനെയെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചുണ്ണാമ്പ് നിക്ഷേപം കാണപ്പെടുന്ന ജില്ല ഏതാണെന്നറിയോ? വാളയാറാണ്. അത് ഏത് ജില്ലയിലാണ്? പാലക്കാടാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചുണ്ണാമ്പ് നിക്ഷേപം കാണപ്പെടുന്ന ജില്ല പാലക്കാടാണ്. അവിടെ വാളയാറ്. ഇന്ത്യയിൽ ഏറ്റവും ഗുണമേന്മയേറിയ ചുണ്ണാമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം അത് രാജസ്ഥാനാണ്. ഇന്ത്യയിൽ ഏറ്റവും ഗുണമേന്മയേറിയ ചുണ്ണാമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. മാറിപ്പോവരുത്. ഇനി ഇനി കൽക്കരി അല്ലെ, നമ്മൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞു കൽക്കരി എങ്ങനെ രൂപം കൊള്ളുന്നതാണ്? നമ്മൾ പറഞ്ഞു ജൈവികമായി രൂപം കൊണ്ടവ. അപ്പൊ കൽക്കരിയെ കുറിച്ച് നോക്കാം. സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നും രൂപം കൊള്ളുന്നു. എങ്ങനെ? സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് രൂപം കൊള്ളുന്നു. കാർബണിന്റെ അളവ് അനുസരിച്ചിട്ട് 4ആയിട്ട് ഇതിനെ തിരിച്ചിട്ടുണ്ട്. 1 ആന്ത്രാസൈറ്റ്, 2 ബിറ്റുമിനസ്, 3 ലിഗ്നൈറ്റ്, പിന്നെ പീറ്റ്. ഓക്കെ, അതിൽ ആന്ത്രാസൈറ്റ് എന്തിന്റെ അളവനുസരിച്ചിട്ടാണ് തരംതിരിച്ചത് എന്ന് ചോദിച്ചാൽ കാർബണിന്റെ അളവനുസരിച്ചിട്ട്. അതിൽ ആന്ത്രാസൈറ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കാർബൺ അടങ്ങിയ കൽക്കരി ഇനമാണ്. ഹാർഡ് കോൾ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആന്ത്രാസൈറ്റ് നിക്ഷേപം കാണപ്പെടുന്ന പ്രദേശം ഏതാണെന്നറിയോ? അത് ജമ്മു കാശ്മീർ ആണ്. ജമ്മു ആൻഡ് കാശ്മീർ ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എന്ത് കാണപ്പെടുന്നത്? ആന്ത്രാസൈറ്റ് നിക്ഷേപം കാണപ്പെടുന്ന പ്രദേശം എന്ന് പറയുന്നത്. ഇനി ബിറ്റുമിനസ് എന്ന് പറയുമ്പോൾ രണ്ടാമതായി ഏറ്റവും കൂടുതൽ കാർബൺ അടങ്ങിയ കൽക്കരി ഇനമാണ്. 60% മുതൽ 80% വരെ കാർബൺ അടങ്ങിയിട്ടുണ്ട്. എത്ര മുതൽ എത്ര വരെ? 60% മുതൽ 80% വരെ അതിൽ കാർബൺ അടങ്ങിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന കൽക്കരി ഇനമാണ്. ഏറ്റവും കൂടുതൽ ബിറ്റുമിനസ് നിക്ഷേപം കാണപ്പെടുന്ന സംസ്ഥാനങ്ങൾ ജാർഖണ്ഡും പശ്ചിമ ബംഗാളാണ്. നമ്മൾ നേരത്തെ ആന്ത്രാസൈറ്റ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്രദേശം ഏതാ പറഞ്ഞത്? ജമ്മു കാശ്മീർ ആണ്. ഇവിടെ ബിറ്റുമിനസ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംസ്ഥാനങ്ങൾ ജാർഖണ്ഡ് ആൻഡ് പശ്ചിമ ബംഗാൾ ആണെന്നുള്ളതൊന്ന് ഓർത്തു വെച്ചേക്കാം. ഇനി ലിഗ്നൈറ്റ് അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞത് ആന്ത്രാസൈറ്റ്, പിന്നെ ബിറ്റുമിനസ്. ഇനി ലിഗ്നൈറ്റ് പഠിക്കാനുള്ളത്. ലിഗ്നൈറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ബിറ്റുമിനസിൽ നമ്മൾ 60% മുതൽ 80% വരെ കാർബൺ അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ 40% മുതൽ 60% വരെയാണ് കാർബൺ അടങ്ങിയിട്ടുള്ളത്. മൂന്നാമതായി ഏറ്റവും കൂടുതൽ കാർബൺ അടങ്ങിയ കൽക്കരി ഇനം. അപ്പൊ ആ ഓർഡറിൽ അങ്ങോട്ട് പഠിച്ചു വെച്ചേക്കുക. ആന്ത്രാസൈറ്റ്, ബിറ്റുമിനസ്, ലിഗ്നൈറ്റ്, പീറ്റ്. ആന്ത്രാസൈറ്റ്, ബിറ്റുമിനസ്, ലിഗ്നൈറ്റ്, പീറ്റ്. ഈ ലിഗ്നൈറ്റ് മൂന്നാമതായി ഏറ്റവും കൂടുതൽ കാർബൺ അടങ്ങിയ കൽക്കരി ഇനമാണ്. 40% മുതൽ 60% വരെ കാർബൺ അടങ്ങിയിരിക്കുന്നു. അതുപോലെ തവിട്ട് കൽക്കരി എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ബ്രൗൺ കോൾ എന്നൊക്കെ അറിയപ്പെടുന്നത് ലിഗ്നൈറ്റ് ആണ്. അപ്പൊ നമ്മള് നേരത്തെ ഹാർഡ് കോൾ എന്താ പറഞ്ഞത്? ഹാർഡ് കോൾ എന്ന് അറിയപ്പെട്ടിരുന്നത് ആന്ത്രാസൈറ്റ് ആണ്. ഇനി ലിഗ്നൈറ്റില് നമ്മൾ പറഞ്ഞു തവിട്ട് കൽക്കരി എന്നറിയപ്പെടുന്നു. ലിഗ്നൈറ്റ് നിക്ഷേപം കൂടുതലുള്ള പ്രദേശം തമിഴ്നാടിലെ നെയ്വേലിയാണ്. ലിഗ്നൈറ്റ് നിക്ഷേപം കൂടുതലുള്ള പ്രദേശം എവിടെയാണ്? തമിഴ്നാട്, നെയ്വേലിയാണ്. ലിഗ്നൈറ്റ് നിക്ഷേപം കൂടുതലുള്ള പ്രദേശം തമിഴ്നാട്, നെയ്വേലി. ഇനി പീറ്റ്. ഏറ്റവും കുറവ് കാർബൺ അടങ്ങിയ കൽക്കരി ഇനമാണ് പീറ്റ്. ഏറ്റവും കുറവ് കാർബൺ അടങ്ങിയ കൽക്കരി ഇനമാണ് പീറ്റ് എന്ന് പറയുന്നത്. വിവിധ ഘട്ടങ്ങളിലായി രൂപം കൊള്ളുന്ന കൽക്കരിയുടെ ആദ്യ രൂപമാണിത്. വിവിധ ഘട്ടങ്ങളിലായി രൂപം കൊള്ളുന്ന കൽക്കരിയുടെ ആദ്യ രൂപമാണ് പീറ്റ് എന്ന് പറയുന്നത്. വിവിധ ഘട്ടങ്ങളിലായിട്ട് രൂപം കൊള്ളുന്ന കൽക്കരിയുടെ ആദ്യ രൂപം, അതാണ് എന്തെന്ന് പറയുന്നത്? പീറ്റ് എന്ന് പറയുന്നത്. കൽക്കരി നിക്ഷേപം കൂടുതലുള്ള നദീതടം ഏതാ? ദാമോദർ വാലിയാണ്. കൽക്കരി നിക്ഷേപം കൂടുതലുള്ള നദീതടം ദാമോദർ വാലി. ഒന്നുകൂടെ പറയാം, കൽക്കരി നിക്ഷേപം കൂടുതലുള്ള നദീതടം ദാമോദർ വാലിയാണ്. ദ റൂർ ഓഫ് ഇന്ത്യ, ദ റൂർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ദാമോദർ വാലിയാണ്. ദ റൂർ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് എന്താണ്? ദാമോദർ വാലിയാണ്. കൽക്കരി നിക്ഷേപം കൂടുതലുള്ള നദീതടമാണ്. ജർമ്മനിയിലെ റൂർ വാലി, ജർമ്മനിയിലെ റൂർ വാലി കൽക്കരി നിക്ഷേപത്തിനും ഖനനത്തിനും പ്രസിദ്ധമാണ്. എവിടെ? ജർമ്മനിയിലെ റൂർ വാലി എന്തിന്? കൽക്കരി നിക്ഷേപത്തിനും ഖനനത്തിനും പ്രസിദ്ധമാണ്. ഓക്കെ, അപ്പോ റൂർ വാലി എവിടെയാണ്? ജർമ്മനി. അവിടെ എന്താണ്? കൽക്കരി നിക്ഷേപത്തിനും ഖനനത്തിനും പ്രസിദ്ധമാണ്. അപ്പോൾ അത്രയും നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു കഴിഞ്ഞു. അപ്പൊ അത്രയും ഇതാണ് കൽക്കരിയുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാനുള്ളത്. സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നും രൂപം കൊള്ളുന്നു. കാർബണിന്റെ അളവനുസരിച്ചിട്ട് 4ആയി തരംതിരിച്ചിട്ടുണ്ട്. ആന്ത്രാസൈറ്റ് ഫസ്റ്റ്, ദെൻ ബിറ്റുമിനസ് സെക്കൻഡ്, തേർഡ് ലിഗ്നൈറ്റ്, ഫോർത്ത്
പീറ്റ് ആണെന്നുള്ള പഠിച്ചു. അതിൽ ആന്ത്രാസൈറ്റിൽ ഏറ്റവും കൂടുതൽ കാർബൺ അടങ്ങിയതാണ് ഹാർഡ് കോൾ എന്നറിയപ്പെടുന്നു. ജമ്മു ആൻഡ് കാശ്മീരിൽ എന്ത് ചെയ്യുന്നു, ഏറ്റവും കൂടുതൽ ഇതിന്റെ നിക്ഷേപം കാണപ്പെടുന്നു. ബിറ്റുമിനസ് എന്ന് പറയുമ്പോൾ രണ്ടാമതായിട്ട് ഏറ്റവും കൂടുതൽ കാർബൺ അടങ്ങിയ കൽക്കരിയിനാണെന്ന് പറഞ്ഞു. 60% മുതൽ 80% വരെ കാർബൺ അടങ്ങിയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന കൽക്കരി ഇനം ബിറ്റുമിനസ് ആണ്. ഏറ്റവും കൂടുതൽ ബിറ്റുമിനസ് നിക്ഷേപം കാണപ്പെടുന്നത് എവിടെയൊക്കെയാണ്? ജാർഖണ്ഡ് ആൻഡ് പശ്ചിമ ബംഗാളാണ്. ലിഗ്നൈറ്റ് എന്ന് പറഞ്ഞാൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ കാർബൺ അടങ്ങിയ കൽക്കരി ഇനമാണ്. 40 മുതൽ 60% വരെ കാർബൺ അടങ്ങിയിരിക്കുന്നു. തവിട്ട് കൽക്കരി അല്ലെങ്കിൽ ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്നു. ലിഗ്നൈറ്റ് നിക്ഷേപം കൂടുതലുള്ള പ്രദേശം നെയ്വേലി, തമിഴ്നാട്ടിലെ നെയ്വേലിയാണ് ലിഗ്നൈറ്റ് നിക്ഷേപം കൂടുതലുള്ള പ്രദേശം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു വിവിധ ഘട്ടങ്ങളിലായി രൂപം കൊള്ളുന്ന കൽക്കരിയുടെ ആദ്യ രൂപമാണ് പീറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും കുറവ് കാർബൺ അടങ്ങിയ കൽക്കരി ഇനമാണ് പീറ്റ്. കൽക്കരി നിക്ഷേപം കൂടുതലുള്ള നദീതടം ദാമോദർ വാലിയാണെന്ന് പറഞ്ഞു. ദ റൂർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നുണ്ട് എന്ത്? ദാമോദർ വാലി. ജർമ്മനിയിലെ റൂർ വാലി കൽക്കരി നിക്ഷേപത്തിനും ഖനനത്തിനും പ്രസിദ്ധമാണ്. ഓക്കെ, ഇനി കായാന്തരിത ശിലകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ 2 ശിലകൾ, അവസാദ ശില നമ്മൾ പഠിച്ചു, അതുപോലെ ആഗ്നേയശില പഠിച്ചു, അവസാദ ശില പഠിച്ചു. ഇനി കായാന്തരിത ശില. ആഗ്നേയ ശിലകൾക്കോ അവസാദ ശിലകൾക്കോ രൂപമാറ്റം സംഭവിച്ചുണ്ടാകുന്നതാണ് കായാന്തരിത ശില. ഇതിന്റെ രൂപമാറ്റത്തിന് കാരണം ഉയർന്ന മർദ്ദം, താപം എന്നിവയാണ്. ഇതിന്റെ രൂപമാറ്റത്തിന് കാരണം എന്താണ്? ഉയർന്ന മർദ്ദം, താപം എന്നിവയാണ് ഇതിന്റെ രൂപമാറ്റത്തിന് കാരണം. ഏതിന്റെ രൂപമാറ്റം നമ്മൾ പറഞ്ഞു? ആഗ്നേയ ശിലകൾക്കോ അവസാദ ശിലകൾക്കോ രൂപമാറ്റം സംഭവിച്ചുണ്ടാക്കുന്നതാണ് കായാന്തരിത ശില എന്ന് പറഞ്ഞു. ഈ രൂപമാറ്റത്തിന് കാരണം ഉയർന്ന മർദ്ദവും താപവുമാണ്. ഇനി എന്താണ് കായാന്തരീകരണം? അല്ലെങ്കിൽ കായാന്തരീകരണം 2 വിധമുണ്ട്. എന്തൊക്കെയാണ്? ബലതന്ത്ര കായാന്തരീകരണം അഥവാ ഡൈനാമിക് മെറ്റമോർഫിസം, താപീയ കായാന്തരീകരണം തെർമൽ മെറ്റമോർഫിസം. അതെന്താണ്? തീവ്രമായ സമ്മർദ്ദം മൂലം, ശ്രദ്ധിക്കുക, തീവ്രമായ സമ്മർദ്ദം മൂലം ശിലകൾക്കുള്ളിലെ യഥാർത്ഥ മൂലകങ്ങൾ പുനഃസംഘടിപ്പിക്കുകയും ശിലകൾക്ക് രൂപമാറ്റം സംഭവിക്കുകയും ചെയ്യുന്നത് ബലതന്ത്ര കായാന്തരീകരണമാണ്. എന്താണ്? തീവ്രമായ സമ്മർദ്ദം മൂലം ശിലകൾക്ക് ഉള്ളിലെ യഥാർത്ഥ മൂലകങ്ങൾ പുനഃസംഘടിപ്പിക്കുകയും ശിലകൾക്ക് രൂപമാറ്റം സംഭവിക്കുകയും ചെയ്യുന്നത് ബലതന്ത്ര കായാന്തരീകരണമാണ്. ഇനി ശിലകളിലെ വസ്തുക്കൾക്ക് വളരെ ഉയർന്ന ഊഷ്മാവിന്റെ ഫലമായി രൂപമാറ്റം സംഭവിക്കുകയും അവ വീണ്ടും പരൽ രൂപമാകപ്പെടുകയും ചെയ്യുന്നത് താപീയ കായാന്തരീകരണം. ശിലകളിലെ വസ്തുക്കൾക്ക് വളരെ ഉയർന്ന ഊഷ്മാവിന്റെ ഫലമായിട്ട് രൂപമാറ്റം സംഭവിക്കുകയും അവ വീണ്ടും എന്ത് ചെയ്യുക? പരൽ രൂപമാകപ്പെടുകയും ചെയ്യുന്നതാണ് താപീയ കായാന്തരീകരണം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ബലതന്ത്ര കായാന്തരീകരണത്തിലൂടെ ഉള്ളതാണ് ഏത്? എന്താ? ഗ്രാനൈറ്റ് എന്തായിട്ട് മാറും? നീസായിട്ട് മാറും. ഷെയില് ഷിസ്റ്റ് ആയിട്ടും മണൽക്കല്ല് കോഡ്സൈറ്റ് ആയിട്ടും മാറും. അപ്പൊ ബലതന്ത്ര കായാന്തരീകരണത്തിലൂടെ ഗ്രാനൈറ്റ് എന്തായിട്ട് മാറും? നീസായിട്ടും ഷെയില് ഷിസ്റ്റ് ആയിട്ടും മണൽക്കല്ല് കോഡ്സൈറ്റ് ആയിട്ടും മാറുന്നതാണ്. ഇനി താപീയ കായാന്തരീകരണത്തിലൂടെ ചുണ്ണാമ്പ് കല്ല് മാർബിളായിട്ടും ഷെയില് സ്ലേറ്റ് ആയിട്ടും കൽക്കരി ഗ്രാഫൈറ്റ് ആയിട്ടും മാറുന്നു. ഓക്കെ, അപ്പൊ ബലതന്ത്ര കായാന്തരീകരണത്തിലൂടെ എന്താണ് സംഭവിക്കുന്നത്? ഗ്രാനൈറ്റ് നീസായിട്ടും ഷെയില് ഷിസ്റ്റ് ആയിട്ടും അതുപോലെ മണൽക്കല്ല് കോഡ്സൈറ്റ് ആയിട്ടും മാറുന്നു. താപീയ കായാന്തരീകരണത്തിലൂടെ ചുണ്ണാമ്പ് കല്ല് മാർബിളായിട്ടും ഷെയില് എന്തായിട്ട് മാറും? ഷെയില് സ്ലേറ്റ് ആയിട്ടും അതുപോലെ കൽക്കരി ഗ്രാഫൈറ്റ് ആയിട്ടും മാറുന്നു. ഓക്കെ, അപ്പൊ നമ്മള് എന്ത് പറഞ്ഞു? ബലതന്ത്ര കായാന്തരീകരണവും താപീയ കായാന്തരീകരണവും പറഞ്ഞു. തീവ്രമായ സമ്മർദ്ദം മൂലം ശിലകൾക്കുള്ളിലെ യഥാർത്ഥ മൂലകങ്ങൾ പുനഃസംഘടിപ്പിക്കുകയും ശിലകൾക്ക് രൂപമാറ്റം സംഭവിക്കുകയും ചെയ്യുന്നത് ബലതന്ത്ര കായാന്തരീകരണമാണെങ്കിൽ ശിലകളിലെ വസ്തുക്കൾക്ക് വളരെ ഉയർന്ന ഊഷ്മാവിന്റെ ഫലമായി രൂപമാറ്റം സംഭവിക്കുകയും അവ വീണ്ടും പരൽ രൂപമാകപ്പെടുകയും ചെയ്യുന്നതാണ് താപീയ കായാന്തരീകരണം എന്ന് പറഞ്ഞു. ഇനി താപീയ കായാന്തരീകരണം 2 വിധമുണ്ട്. ഒന്ന് സമ്പർക്ക കായാന്തരീകരണം, 2 പ്രാദേശിക കായാന്തരീകരണം. ഓക്കെ, സമ്പർക്ക കായാന്തരീകരണം അഥവാ കോണ്ടാക്ട് മെറ്റമോർഫിസം, അതുപോലെ പ്രാദേശിക കായാന്തരീകരണം റീജിയണൽ മെറ്റമോർഫിസം. അതെന്താണ്?
സമ്പർക്ക കായാന്തരീകരണം എന്ന് പറയുമ്പോൾ ഭൂമിക്കുള്ളിൽ നിന്ന് വരുന്ന ശിലാദ്രവം ഭൗമോപരിതലത്തിലെ ശിലകളുമായി സമ്പർക്കത്തിൽ വരുന്നതിന്റെ ഫലമായി ശിലാദ്രവത്തിന്റെ ഉയർന്ന താപം മൂലം ആ ശിലകൾ പരൽ രൂപം ആക്കപ്പെടുകയും ശിലാദ്രവത്തിലെ പുതിയ ധാതുക്കൾ ഈ ധാതുക്കളോടൊപ്പം ചേർന്ന് മറ്റൊരു ശിലയായി രൂപാന്തരപ്പെടുകയും ചെയ്യുന്ന കായാന്തരീകരണമാണ് എന്തെന്ന് പറയുന്നത് സമ്പർക്ക കായാന്തരീകരണം. ഒന്നുകൂടെ പറയാം, ഭൂമിക്കുള്ളിൽ നിന്നും വരുന്ന ശിലാദ്രവം ഭൗമോപരിതലത്തിലെ ശിലകളുമായിട്ട് സമ്പർക്കത്തിൽ വരുന്നതിന്റെ ഫലമായിട്ട് ശിലാദ്രവത്തിലെ ഉയർന്ന താപം മൂലം ആ ശിലകൾ പരൽ രൂപം ആക്കപ്പെടുകയും ശിലാദ്രവത്തിലെ പുതിയ ധാതുക്കൾ ഈ ധാതുക്കളോടൊപ്പം ചേർന്ന് മറ്റൊരു ശിലയായി രൂപാന്തരപ്പെടുകയും ചെയ്യുന്ന കായാന്തരീകരണം. അപ്പോൾ എന്താ പ്രാദേശിക കായാന്തരീകരണം? ഉയർന്ന മർദ്ദത്തിലോ ഉയർന്ന താപത്തിലോ അല്ലെങ്കിൽ ഇവ രണ്ടും ചേരുന്നതിന്റെ ഫലമായിട്ടോ ശിലകൾ പരൽ ആക്കപ്പെടുകയും പുതിയ ശിലകൾ രൂപപ്പെടുകയും ചെയ്യുന്ന കായാന്തരീകരണമാണ് എന്തെന്ന് പറയുന്നത് പ്രാദേശിക കായാന്തരീകരണം. ഇത് പ്രാദേശിക കായാന്തരീകരണം എന്നത് വളരെ വിശാലമായ ഒരു പ്രദേശത്ത് നടക്കുന്ന വലിയ തരത്തിലുള്ള കായാന്തരീകരണമാണ്. ഇങ്ങനെ വളരെ വിശാലമായിട്ടുള്ള ഒരു പ്രദേശത്ത് നടക്കുന്ന വലിയ തരത്തിലുള്ള കായാന്തരീകരണം. ഇനി പ്രാദേശിക കായാന്തരീകരണത്തിന്റെ ഫലമായി കായാന്തരിത ശിലകളിലെ ധാതുക്കൾ പാളികളായി ക്രമീകരിക്കുന്ന പ്രക്രിയയാണ് ശൽക്കീകരണം അല്ലെങ്കിൽ ഫോളിയേഷൻ അഥവാ രേഖീകരണം അല്ലെങ്കിൽ ലീനിയേഷൻ. എന്താണ്? ഈ പ്രാദേശിക കായാന്തരീകരണത്തിന്റെ ഫലമായി കായാന്തരിത ശിലകളിലെ ധാതുക്കൾ എന്ത് ചെയ്യും? പാളികളായിട്ട് ക്രമീകരിക്കപ്പെടും. ഇങ്ങനെ പാളികളായി ക്രമീകരിക്കുന്ന പ്രക്രിയയെ ശൽക്കീകരണം അഥവാ രേഖീകരണം എന്ന് പറയുന്നു. ശൽക്കീകരണം എന്ന് പറഞ്ഞാൽ ഫോളിയേഷൻ, അല്ലെങ്കിൽ രേഖീകരണം എന്ന് പറഞ്ഞാൽ ലീനിയേഷൻ. ഓക്കെ ആണല്ലോ. ഇനി ഇവക്ക് ഇളം നിറമോ ഇരുണ്ട നിറമോ കാണപ്പെട്ടേക്കാം. കായാന്തരിത ശിലകളിലെ ഇത്തരം ഘടനയെ ബാൻഡിങ് എന്ന് വിളിക്കുന്നു. ഇവക്ക് ഇളം നിറമോ ഇരുണ്ട നിറമോ കാണപ്പെട്ടേക്കാം. കായാന്തരിത ശിലകളിലെ ഇത്തരം ഘടനയെ ബാൻഡിങ് എന്ന് വിളിക്കുന്നു. ഘടനയെ അടിസ്ഥാനമാക്കി കായാന്തരിത ശിലകളെ രണ്ടായിട്ട് തരംതിരിക്കാം. ഘടനയെ അടിസ്ഥാനമാക്കി നമുക്ക് കായാന്തരിത ശിലകളെ രണ്ടായിട്ട് തിരിക്കാം. ശൽക്കിക ശിലകൾ, അശൽക്കിത ശിലകൾ. എന്താണ്? ഘടനയെ അടിസ്ഥാനമാക്കിയിട്ട് കായാന്തരിത ശിലകളെ നമ്മൾ പറഞ്ഞു രണ്ടായിട്ട് തരംതിരിക്കാം. അതിലെ ശൽക്കിക ശിലകൾ അല്ലെങ്കിൽ ഫോളിയേറ്റഡ് റോക്സ് എന്ന് പറഞ്ഞാല് കായാന്തരിത ശിലകളിലെ ധാതുക്കൾ പാളികളായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ശിലകൾ. സ്ലേറ്റ്, ഷിസ്റ്റ്, നീസ് ഇതൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ അതിലെ സ്ലേറ്റ്, ഷിസ്റ്റ് ഓർമ്മ ഉണ്ടോ? അതൊക്കെ എന്താണ്? ഷെയില് ഷിസ്റ്റായി മാറും. ബലതന്ത്ര കായാന്തരീകരണത്തിലൂടെ താപീയ കായാന്തരീകരണത്തിലൂടെ എന്തായി മാറും? ഷെയില് സ്ലേറ്റ് ആയിട്ട് മാറും. ഇതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ഇതില് സ്ലേറ്റും ഷിസ്റ്റും നീസും എന്താണ്? ശൽക്കിക ശിലകൾക്ക് എക്സാമ്പിൾ ആണ്. ശൽക്കിക ശില എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ്? കായാന്തരിത ശിലകളിലെ ധാതുക്കൾ പാളികളായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ശില. ഇനി അശൽക്കിത ശിലകൾ അല്ലെങ്കിൽ നോൺ ഫോളിയേറ്റഡ് റോക്സ് എന്ന് പറഞ്ഞാല് കായാന്തരിത ശിലകളിലെ ധാതുക്കൾ പാളികളായി ക്രമീകരിക്കപ്പെടാത്ത ശിലകളാണ്. അതിന് എക്സാമ്പിൾ ആണ് മാർബിളും കോട്ടസൈറ്റും ഒക്കെ. മാർബിളും കോർട്ടസൈറ്റും ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. അപ്പൊ മാർബിൾ, കോർട്ടസൈറ്റ് ഇതൊക്കെ എന്താണ്? മാർബിൾ, കോർട്ടസൈറ്റ്, സ്ലേറ്റ്, ഷിസ്റ്റ്, നീസ് ഇതൊക്കെ കായാന്തരിത ശിലകളാണെന്നുള്ള ഓർത്ത് വെച്ചേക്ക്. അതിൽ ശൽക്കിക ശിലകളാണ് സ്ലേറ്റും ഷിസ്റ്റും നീസും. ഇനി അശൽക്കിത ശിലകളാണ് ഏതൊക്കെ? മാർബിളും കോർട്ടസൈറ്റും എന്നുള്ളതും കൂടെ ഓർത്തു വെക്കുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ശില, ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ശിലയാണ് കായാന്തരിത ശിലകൾ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ശില അത് ആഗ്നേയ ശിലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കായാന്തരിതമാണ്, പക്ഷേ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ. വിലയേറിയ രത്നക്കല്ലുകൾ കായാന്തരിത ശിലകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ കായാന്തരിത ശിലകൾക്ക് എക്സാമ്പിൾ ആണ് ഈ വിലയേറിയ രത്നക്കല്ലുകൾ. പഴയ രൂപത്തിൽ നിന്നും പുതിയ രൂപത്തിലേക്കുള്ള ശിലകളുടെ മാറ്റത്തെ നമുക്ക് ശിലാചക്രം എന്ന് പറയാം. പഴയ രൂപത്തിൽ നിന്നും പുതിയ രൂപത്തിലേക്കുള്ള ശിലകളുടെ മാറ്റത്തെ നമുക്ക് ശിലാചക്രം എന്നുകൂടെ പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്, ശിലകൾ എന്നുള്ള ഈ ഒരു ടോപ്പിക്കിൽ. ഓക്കെ, അപ്പൊ ഇതെന്ത് ചെയ്യുക? ഇത് നന്നായിട്ട് പഠിക്കുക. പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യുക? എക്സാം ഉണ്ടായിരിക്കും. ലക്ഷ്യയുടെ ടെലഗ്രാം ചാനൽ അത് പോയി അറ്റൻഡ് ചെയ്ത് നോക്കുക. അപ്പൊ ശരി, താങ്ക് യു.